നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം 2026 വർഷം മെയ് 14 മുതൽ 31 വരെയുള്ള ചോദ്യ നക്ഷത്രക്കാരുടെ ജ്യോതിഷപരമായിട്ടുള്ള ഫലങ്ങളാണ്. ഈ ഫലങ്ങളെക്കാൾ ഉപരി ഈ ചോദ്യ നക്ഷത്രക്കാർ ഈ സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം കൂടുതൽ സന്തോഷകരവും സമാധാനകരവും സാമ്പത്തികപരമായിട്ട് നേട്ടവും ഒക്കെ ഉണ്ടാക്കാമെന്നാണ് നമ്മൾ പറയുന്നത്. ഇത് ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ചോദ്യ നക്ഷത്രത്തിൽ പറഞ്ഞ ഏതൊരാൾക്കും ഈ ഫലം വന്നു ഭവിക്കുന്നതാണ്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ വരുന്ന സമയങ്ങളിൽ ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സത്യസന്ധമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ ലക്ഷ്യപ്രാപ്തി നേടുന്നതാണ്. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച് ഒരുപാട് കാലമായിട്ട് സത്യസന്ധമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച കാര്യങ്ങൾക്കൊക്കെ ഒരു ഫലപ്രാപ്തി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉണ്ടാവുന്നതാണ്. നിരവധി കാര്യങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുവാൻ കഴിയുന്നതാണ്. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാൻ ആഗ്രഹിക്കുന്ന ചോദ്യ നക്ഷത്രക്കാർക്കൊക്കെ അതിനുള്ള അനുമതിയൊക്കെ ലഭിക്കുന്നതാണ്. ചില ശുഭകർമ്മങ്ങൾക്കും സത്കർമ്മങ്ങൾക്കും ഒക്കെ നിങ്ങൾ സാക്ഷിയാകുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അതുമൂലം നിങ്ങൾക്ക് ആത്മാഭിമാനമൊക്കെ തോന്നുകയും ചെയ്യുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് സ്വപ്ന സാക്ഷാത്കാരമൊക്കെ ഉണ്ടാകുന്നതാണ്. അതായത് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുകയാണ് എന്നുള്ളതാണ് ഈ സമയത്ത്. ഉപരിപഠനത്തോട് അനുബന്ധമായിട്ട് ജോലിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പഠനത്തോടൊപ്പം ജോലിയും ലഭിക്കുന്നതുകൊണ്ട് സാമ്പത്തികപരമായിട്ട് നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് ഒരുപാട് മാറുകയാണ്. ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള മനസ്സൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. പ്രത്യുപകാരം ചെയ്യുവാനൊക്കെയുള്ള ഒരു അവസരമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ആഗ്രഹിച്ച പോലെയൊക്കെയുള്ള സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക സുഖമൊക്കെ വന്നു ചേരുന്നതാണ്. കുടുംബത്തിലെ സമാധാനവും സന്തോഷവും എല്ലാം വന്നു ചേരുന്നുണ്ട്. അവഗണിക്കപ്പെട്ട് കിടന്ന വിഷയങ്ങളെല്ലാം പരിഗണിക്കപ്പെടുന്നതാണ്. അതായത് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ചില കാര്യങ്ങൾക്കൊക്കെ പ്രവർത്തിച്ചിരുന്നു, അത് ഒന്നുമാവാതെ കിടക്കുകയായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് പരിഗണിക്കപ്പെട്ട് കിട്ടുന്നതാണ്. ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ കേൾക്കുന്നത് മൂലം ജീവിതത്തിലുണ്ടാകുന്ന വിപരീത സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഉണ്ടായിരുന്ന തൊഴിൽപരമായിട്ടുള്ള ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി തൊഴിലൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. ഭരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തി പ്രവർത്തനക്ഷമമാക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ വരുന്നുണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് ചിലപ്പോൾ അശുഭ ചിന്തകൾ കൊണ്ടൊക്കെ നിറയുന്നുണ്ട്. അതൊക്കെ മാറ്റേണ്ടതാണ്. നിങ്ങൾ മുൻകാലത്തുള്ള നിങ്ങളുടെ അനുഭവം വെച്ചായിരിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു തോന്നലുണ്ടാവുന്നത്. അതിന്റെ ആവശ്യമില്ല. തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് അധികാര പരിധിയൊക്കെ വർദ്ധിക്കുന്നതാണ്. അതുമൂലം നിങ്ങൾ കീഴ് ജീവനക്കാരെയൊക്കെ നിയമിക്കുന്നതാണ്. ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് വളരെ നല്ലൊരു സമയമാണ്. ബിസിനസ്സിൽ കൂടുതൽ മേന്മ ഉണ്ടാവുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് വളരെ നേട്ടമാണ്. ഭാഗ്യക്കുറികളൊക്കെ ലഭിക്കുവാൻ പറ്റിയൊരു സമയമാണ്. നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ കോട്ടങ്ങളും മാറുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഈ സമയത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ അപേക്ഷിക്കുന്ന കാര്യങ്ങളെല്ലാം കാര്യകാരണങ്ങൾ സഹിതം അപേക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നതാണ്. അന്യരുടെയൊക്കെ വിഷമാവസ്ഥയ്ക്ക് നിങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമൊക്കെ നിർദ്ദേശിക്കുവാൻ കഴിയുന്നതാണ്. പ്രാദേശികമായിട്ടുള്ള പിന്തുണയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനാൽ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾ വിജയിക്കുകയും പുതിയ സ്ഥാനമാനങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. നിങ്ങൾ പണം കൊടുത്ത് നിങ്ങളുടെ പൂർവിക സ്വത്തൊക്കെ വാങ്ങുവാൻ തയ്യാറാകും. അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയ സ്വത്തുക്കളൊക്കെ അത് പണം കൊടുത്ത് നിങ്ങൾ വാങ്ങുവാൻ തയ്യാറാകുന്നതാണ്. പ്രശസ്തിയാർന്ന പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തീർക്കുന്നതാണ്. ആ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് സമൂഹത്തിൽ നല്ലൊരു വിലയും കീർത്തിയും ഒക്കെ ഉണ്ടാവുന്നതാണ്. കലാകായിക രംഗത്തുള്ളവർക്ക് വളരെയധികം നല്ലൊരു സമയമാണ്. എന്തുകൊണ്ടും ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമാണ്. കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്നവർക്കൊക്കെ നല്ലൊരു സമയമാണ്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി വരുന്ന ഒരു സമയമാണ്. ഭക്ഷണ ക്രമീകരണമൊക്കെ നിങ്ങൾ സ്വയം നടത്തുന്ന ഒരു കാര്യമാണ്. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവുന്നതാണ്. ഈ ചോദ്യ നക്ഷത്രക്കാരെ സംബന്ധിച്ച് മെയ് 14 മുതൽ 31 വരെ ഇവരുടെ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാലഘട്ടമാണ്. ഇവർ എന്ത് കാര്യങ്ങൾ ആഗ്രഹിച്ച് നല്ല കാര്യങ്ങൾ ചെയ്താലും അത് വിജയത്തിലെത്തുന്നതാണ്. ഇവരെ സംബന്ധിച്ച് വളരെയധികം നേട്ടങ്ങളാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഉണർന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചോദ്യ നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യമുള്ള സമയമാണ്. എല്ലാം നന്നായിട്ട് ഭവിക്കുന്നതാണ്. ഈ സമയത്ത് ചോദ്യ നക്ഷത്രക്കാര് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. മറ്റ് മതസ്ഥരാണ് ഇത് കാണുന്നത്. അവരുടെ ദൈവത്തിലും
മതത്തിലും വിശ്വസിച്ച് മുന്നോട്ട് പോവുക, പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക, സഹജീവികളോട് കരുണ കാണിക്കുക, ഒരാളെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കുക. ഇത് ചോദ്യ നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. നിങ്ങളുടെ ജന്മ സമയമനുസരിച്ച് ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാമെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഇത് വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.